കാലങ്ങളായി മലയാള സിനിമയിലും ടെലിവിഷനിലും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ആളാണ് വീണ നായർ. ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് വീണയെ മലയാളികൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. വരുന്ന അസംബ്ലി ഇലക്ഷനിൽ 2020 ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായി വീണയെ പ്രഖ്യാപിച്ചതോടെ താരം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഏറ്റുമാനൂരിൽ 2020 സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുന്നില്ലെന്നറിയിച്ച് നടി എത്തുകയുമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് വീണ തന്നെയാണ് സമൂഹമാധ്യമങ്ങളിൽ അറിയിച്ചത്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2020 NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ഞാൻ. വളരെ ഖേദത്തോടുകൂടി ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്നെ അറിയാവുന്ന, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ ഈ വാർത്ത അറിയിക്കണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ എത്തിയതും 2020യുടെ ആൾക്കാരെയും BJPയുടെ ആൾക്കാരെ കണ്ടതുമല്ല. അപ്പോഴാണ് അറിഞ്ഞത് വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്താൻ കൊടുത്തിട്ട് അത് അപ്രൂവൽ ആയിട്ടില്ലെന്ന്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. മത്സരിക്കാൻ തീരുമാനിച്ച ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അതിനുള്ള സമയപരിധി 15-ാം തീയതി വരെ മാത്രമായിരുന്നുവെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൃത്യമായി ഞാൻ അറിയുന്നത് ഇന്നാണ്. ഇതിനു മുൻപ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ഇന്നലെ വൈകിട്ട് വരെ BLO അടക്കം എല്ലാവരും വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അഡ്രസ്സിലൊരു ചേഞ്ച് സംഭവിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ ശേഷം വീണ്ടും എല്ലാം ആദ്യം മുതൽ ഞാൻ ചെയ്തിരുന്നു. അതിനിടയിൽ വന്ന കറക്ഷനിടയിലാണ് പ്രശ്നം വന്നത്. കാര്യങ്ങൾ ചെയ്യാൻ കാലതാമസമെടുത്തു. മാറ്റങ്ങൾ വരുത്താൻ കൊടുക്കാൻ കഴിഞ്ഞാൽ 7 ദിവസത്തോളം പ്രോസസ്സിന് സമയമെടുക്കും. അങ്ങനെ നോക്കുമ്പോൾ 23-ാം തീയതിയാകും. നോമിനേഷൻ കൊടുക്കേണ്ട തീയതിയും കടന്നു പോകും. അതുകൊണ്ട് തന്നെ നോമിനേഷൻ കൊടുത്താലും തള്ളിപ്പോകും. എല്ലാം ശരിയാകുമെങ്കിലും ഉറപ്പില്ലാതെ വലിയൊരു പ്രസ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് സാധ്യമാവുന്ന കാര്യമല്ല. കളക്ടറെയും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെയുമെല്ലാം കണ്ട ശേഷം ഏറ്റുമാനൂരിലേക്ക് പോവുകയാണ് ഞാൻ. പേര് ചേർക്കുന്നതിനുള്ള സാധ്യതകൾ അങ്ങേയറ്റം ഞാൻ പരിശോധിച്ചിരുന്നു. പക്ഷേ പറ്റില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവർക്കും പരിമിതികൾ ഉണ്ടാകാം, പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ടാകാം. വേണമെങ്കിൽ ചെയ്തു തരാൻ പറ്റുന്ന കാര്യമായിരിക്കാം. പക്ഷെ അത് നടന്നില്ല. അതിന്റെ വിഷമവും ഖേദവും എനിക്കുണ്ട്. അത്രമേൽ ആഗ്രഹിച്ചെടുത്ത തീരുമാനമായിരുന്നു മത്സരിക്കണമെന്നത്. ഏറ്റുമാനൂരുകാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും ഒരു വെളിപ്പാടകലെ ഞാനുണ്ടാകും. എന്താവശ്യത്തിനും എന്നെ സമീപിക്കാമെന്നാണ് വീണ പറഞ്ഞത്. വീണയ്ക്ക് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമം 2020 തുടങ്ങിയെന്നാണ് വിവരം. വീഡിയോയ്ക്ക് താഴെ പരിഹസിച്ച് നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ കാൻഡിഡേറ്റ് ആക്കിയ പാർട്ടിയുടെ രാഷ്ട്രീയ ബോധത്തെയും ചോദ്യം ചെയ്യുന്നുണ്ട്. 2020യുടെ പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിയായ നടി ലക്ഷ്മിപ്രിയയ്ക്കും വോട്ടില്ലെന്ന വിവരം പുറത്തു വന്നിരുന്നു. അവരെയും മാറ്റാനുള്ള തീരുമാനത്തിലാണ് 2020.